ഹായ്, നമുക്കൊരു ഫുൾ വീഡിയോ ആയാലോ. ഞാൻ എൻ്റെ ഒരു പിയേഴ്സിങ് ജേർണിയെ കുറിച്ച് പറയാനാണ് വന്നത്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടവർക്കറിയാം. ഇപ്പോൾ ഒരു 3 മാസത്തിന് മുന്നെയാണ് ഞാൻ ഈ പിയേഴ്സിങ് ചെയ്തത്. ഇവിടെ അപ്പർ പിയേഴ്സിങ് ചെയ്തത്. ഇതിൻ്റെ ഒരു ജേർണിയെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ കാനഡയിലായിരുന്നു. കാനഡയിലെ പിയേഴ്സിങ് എന്ന് പറയുന്നത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പിയേഴ്സിങ് കോസ്റ്റ്ലിയാണ്. പിയേഴ്സ് ചെയ്താലും നമുക്ക് ഇടാൻ നല്ല ഇയറിങ് കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ 22 ക്യാരറ്റോ 18 ക്യാരറ്റോ ഇല്ല. അവിടെ 10 ക്യാരറ്റ് 14 ക്യാരറ്റിലുള്ള ഗോൾഡാണ് കൂടുതലും കിട്ടുന്നത്. കാനഡയുടെ മെയിൻ പ്രൊവിൻസസിൽ കുഴപ്പമില്ലാത്ത ചില ജ്വല്ലേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നിൽക്കുന്ന പ്രൊവിൻസിൽ നമ്മുടെ ഇന്ത്യൻ ജ്വല്ലറി കുറവല്ല, ഇല്ല. സോ ഞാൻ വെയിറ്റ് ചെയ്തു. നാട്ടിൽ വരുമ്പോഴേക്കും പിയേഴ്സ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് പ്ലാൻസൊക്കെ മനസ്സിലുണ്ടല്ലോ. ഞാൻ ബുഗടി കുത്താം ഇന്ന് പ്ലാൻ ചെയ്ത് വന്നു. ഇപ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ 3 പെറ്റൽ 5 പെറ്റലിൻ്റെയൊക്കെ കമ്മൽ, ഇങ്ങനെ ആടുന്ന ബുഗടി, ബട്ടർഫ്ലൈ, ഇതൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, ഇതുപോലെ പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വന്ന് ഇവിടെ വന്ന് ഷോപ്പിൽ വന്ന് കണ്ടപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ കാണുന്നതിൻ്റെ പകുതി വലിപ്പം പോലും ഈ സാധനങ്ങൾക്ക് ഇല്ല. വളരെ ചെറുതാണ്. നമ്മൾ ഈ ഓൺലൈനായിട്ട് വീഡിയോസിൽ ജ്വല്ലറിയുടെയൊക്കെ വീഡിയോസിൽ കാണുമ്പോൾ നമുക്ക് തോന്നും കൊള്ളാലോ, അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. പക്ഷേ ഇത് എൻ്റെ കാതി വന്ന് ഇട്ട് നോക്കിയപ്പം കാണാനില്ല ആ സാധനം. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് കാണാനില്ല. നമ്മൾ പൈസ കൊടുത്തൊരു സാധനം ഇടുന്നതിന് 10 പേരെ കാണിക്കാനാണല്ലോ. അങ്ങനെ കാണാനില്ല ഈ സാധനം. അപ്പം പിന്നെ ഞാൻ ഓർത്ത് വേണ്ട. അതുപോലെ എനിക്കത് ചേരുന്നില്ലാത്ത പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ അത്യാവശ്യം വലിയ പുകടിയാണെങ്കിൽ എനിക്ക് എൻ്റെ മുഖത്തിന് കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. എൻ്റെ മുഖം കുറച്ച് വലുതല്ലേ, അപ്പോൾ ഭംഗി കുറവ്. അപ്പം വലുതായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇവരെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിക്കണം. പക്ഷെ അതിന് സമയമെടുക്കും. അപ്പോൾ എനിക്കതിനുള്ള ക്ഷമയില്ല. അപ്പം ഞാൻ ഓർത്ത് പിന്നീട് എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്, ഭയങ്കര ആഗ്രഹമല്ല എന്നാലും ഇഷ്ടമുണ്ടായിരുന്നു, ഇത് കോഞ്ച് പിയേഴ്സിങ്. നമ്മുടെ ഈ ചെവിയുടെ ഉള്ളിൽ ഇവിടെ ഈ ഭാഗത്ത് പിയേഴ്സിങ് ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ അറിയാം. ഈ ഒരു വിരൽ വെച്ചപ്പം എൻ്റെ ചെവി തീർന്നു. കണ്ടല്ലോ, എൻ്റെ ചെവിക്ക് ഇത്ര വലിപ്പമേ ഉള്ളൂ. കോഞ്ച് പിയേഴ്സിങ് ചെയ്യാന്ന് പറഞ്ഞ് നോക്കിയപ്പം എൻ്റെ ചെവിക്കകത്ത് കോഞ്ച് പിയേഴ്സിങ് ചെയ്യാനുള്ള സ്ഥലമില്ല. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യും? വേണ്ട, ശരി. എൻ്റെ മനസ്സിൽ ഭയങ്കര ഈ കോഞ്ച് പിയേഴ്സിങ് ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു ഇയറിംഗ് ആണ് ഇത്. കാണാമല്ലോ നിങ്ങൾക്ക്, ഒരു 3 ഫ്ലവറിൻ്റെ ഡിസൈനാണ്. ഫ്ലോറൽ ഡിസൈൻ, 3 പൂക്കൾ ഒരുമിച്ചിരിക്കുന്ന പോലെ. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, അകത്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇവിടെ കുത്താന്ന് പറഞ്ഞിട്ട് ഞാൻ ജ്വല്ലറി വെച്ച് ഈ കമ്മലിനെ വെച്ച് നോക്കിയപ്പം നല്ല ഭംഗിയുണ്ട്, എനിക്ക് നന്നായിട്ട് ഇണങ്ങുന്നതായിട്ട് തോന്നി. ഓക്കെ, ഇത് തന്നെ വാങ്ങി. ഞാൻ 2 വാങ്ങി. ഒരു പെയർ വാങ്ങിയ പേപ്പറിലിരിക്കുന്നതുകൊണ്ട് കാണാത്തയാണേ. ഒരു പെയർ ഞാൻ വാങ്ങി. നീഡിൽ പിയേഴ്സിങ് അല്ലായിരുന്നു, മറ്റേ ടാറ്റു സ്റ്റുഡിയോയിലുള്ള പിയേഴ്സിങ്ങോ ഗൺഷോട്ടോ ഒന്നും അല്ല. സ്വർണത്തിൻ്റെ സൂചി കൊണ്ട് മാനുവലി പിയേഴ്സിങ് ചെയ്തതാണ്. എനിക്കതായിരുന്നു ഇഷ്ടം. അങ്ങനെ ചെയ്താൽ മതി എന്നായിരുന്നു ആഗ്രഹം. ഞാൻ മൂക്ക് കുത്തിയതും അങ്ങനെ തന്നെയാണ് ചെയ്തു. ഈ കമ്മൽ അപ്പം തന്നെ ലൈവായിട്ട് ഇട്ടു. ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ കുറച്ച് ദിവസം ഇത് വെച്ച് നല്ല പട്ടിഷോയൊക്കെ കാണിച്ചു. പക്ഷേ എനിക്കിത് ഓരോ ദിവസം ചെല്ലുന്നതോറും വേദന കൂടി വരുന്നു. മൂക്ക് കുത്തുമ്പോൾ നമുക്കറിയാം. എനിക്ക് ഒരാഴ്ച എനിക്ക് പെട്ടെന്ന് ഹീലായി. ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് അതെങ്കിൽ നന്നായിട്ട് ഹീലായി. അപ്പം എൻ്റെ വിചാരം ഇത് കാർട്ടിലേജിലല്ലേ, കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും. അങ്ങനെ 1 മാസമായി 2 മാസമായി എനിക്ക് വേദന കുറയുന്നില്ല. വേദന പറഞ്ഞാൽ വെച്ചാൽ വേദന ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരിക. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുക്കുന്നുണ്ട്, ഇതിൽ നിന്ന് ഇങ്ങനെ നീരൊഴിക്കുന്നുണ്ട്, ചിലപ്പോൾ ബ്ലഡ് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിച്ചു, ഹീലിംഗ് ഒന്ന് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇൻഫെക്ഷൻസ് വരാൻ പാടില്ലല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് പേടി കീലിയോടെ എങ്ങാനും വന്നാലോ. അങ്ങനെ ഞാൻ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുത്തു. എന്നിട്ട് എനിക്ക് വേദന കുറവില്ല. വേദന കുറവെന്ന് വെച്ചാൽ അടുത്തേക്ക് പോകാൻ വയ്യ. ഞാൻ എത്രയോ നാളെ ഞാൻ സൈഡ് ചെരിഞ്ഞ് കിടന്നിട്ടില്ല. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഞാൻ ചെരിഞ്ഞ് കിടക്കുന്ന ആളാണ്, എനിക്കത് പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് ഇരുന്നത് എപ്പോഴും. ഒരു കാരണവശാലും ഒന്നും തട്ടരുത്. കാര്യം വേദന, ഇതിൻ്റെ അടുത്ത് വരുമ്പോഴേ വേദന. ഒരു ദിവസം എനിക്ക് എന്തോ തോന്നി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്, അവൾക്ക് ബ്യൂട്ടി പാർലറും ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ട്. അവളുടെ അടുത്ത് കുറച്ച് ജ്വല്ലറി, ഇമിറ്റേഷൻ ജ്വല്ലറി ഒക്കെ ഉണ്ട് സെയിലിന്. അപ്പോൾ അവളുടെ ഷോപ്പിൽ ഒരു ദിവസം പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അതുപോലെ ഒരു കമ്മലെടുക്കാം, 40 രൂപയുള്ളൊരു പേരിന് ഈ ഇട്ടേക്കുന്ന കമ്മൽ. ഞാൻ പറഞ്ഞു, എടീ നീ ഇതൊന്ന് എനിക്ക് അഴിച്ചതാ. എനിക്ക് തന്നെ അഴിക്കാൻ പറ്റില്ല, കാരണം വേദന. വേറൊരാളാകുമ്പോൾ കണ്ണിച്ചോരല്ലാതെ ഊരിക്കോളും, നമ്മളെ കൊണ്ട് തന്നെ പറ്റുന്നില്ല. അങ്ങനെ അവൾ എനിക്ക് അഴിച്ചു തന്നിട്ട് എനിക്ക് ഈ കമ്മലിട്ട് തന്നു. ഭയങ്കര വേദന. അവൾ ഇട്ടപ്പോൾ ഞാൻ അവൾ ഒരുപാട് ചീത്ത പറഞ്ഞു. എനിക്ക് ഒന്നേന്ന് കാത് കുത്തിയ പോലെ വേദനയായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ
ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞു. നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ കമ്മലിൻ്റെ മേളൊരു കറുത്ത കുത്ത് കാണാമോ എന്തോ? ആ, കമ്മലിൻ്റെ മേളൊരു കറുത്ത കുത്ത് കണ്ടോ? ഇതിൻ്റെ താഴെയുണ്ട് അതുപോലൊരു കുത്ത്. ഈ പൂവിൻ്റെ മേളത്തെ താഴത്തെയും പൂവ് കുത്തിയിരുന്നതാണത്. എന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് വേദന എൻ്റെ പിയേഴ്സിങ് ആയിരുന്നില്ല. പിയേഴ്സിങ് ആയിരുന്നില്ല, എനിക്ക് വേദന ഈ 2 സൈഡിലായിരുന്നു. ഈ മേളിലെയും താഴത്തെയും പൂവ് കുത്തിയിരുന്നതായിരുന്നു എൻ്റെ വേദന. അവിടേക്ക് ഈ കമ്മൽ ഇവിടെ ഇങ്ങനെ ഇറുകി ജാമായി. ഒന്നാമത്തായിട്ട് നമ്മൾ പിയേഴ്സ് ചെയ്യുമ്പം ഒരു ചെറിയ സ്വെല്ലിങ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. ഈ സ്വെല്ലിങ്ങിൻ്റെ കൂടെ ഈ പൂവ് അവിടെ ഇറുകി ഇരുന്നിട്ടാണ് ശരിക്കും എനിക്ക് ഈ വേദന അത്രയും ഉണ്ടായത്. സോ ചിലർക്ക് ഇവിടെ ഈ മടക്കുണ്ടാവില്ല, ഈ കാതിന് ഈ മടക്കില്ലാതെ ഇങ്ങനെ നിവർന്നിരിക്കുന്ന കാതാണെങ്കിൽ അവർക്ക് പ്രശ്നം വരില്ല. പക്ഷേ നിങ്ങളൊരു പിയേഴ്സിങ് ചെയ്ത് ഒരു കമ്മൽ മേടിക്കുമ്പം നിങ്ങളുടെ ചെവി എങ്ങനത്തെയാണെന്ന് നിങ്ങൾ നോക്കുക. അതിന് ആപ്റ്റായ കമ്മൽ മാത്രം വാങ്ങുക. ഒരിക്കലും ഭംഗി മാത്രം നോക്കി ഒരു കമ്മൽ വാങ്ങരുത്. എനിക്ക് പറ്റിയ അബദ്ധം അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഹെലിക്സ് പിയേഴ്സിങ് ചെയ്യാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഓൾറെഡി ചെയ്തവർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ തൊട്ട് ഇനി അറ്റം വരെ ഇഷ്ടം പോലെ കുത്തിയിരിക്കുന്നത് കാണാനൊക്കെ ഭംഗിയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല. കാരണം എനിക്ക് കുളിക്കുമ്പോൾ ഇങ്ങനെ സോപ്പൊക്കെ തേക്കണ്ടേ നമുക്ക്? സോപ്പ് ഇങ്ങനെ തേക്കണം, എനിക്ക് ടവലുകൊണ്ട് ഇങ്ങനെ തുടയ്ക്കണം. എനിക്കില്ലെങ്കിൽ ഒരു ഭയങ്കര തൃപ്തി കുറവാണ്. ഈ കമ്മലിട്ട് അത്രയും പെയിൻഫുള്ളായിട്ട് ഇരുന്ന സമയത്ത് പോലും ഇതിൽ നിന്നിങ്ങനെ ഞാൻ പറഞ്ഞ ഈ മുറിവിയും നമുക്ക് ബ്ലഡും നീരും ഒക്കെ ഇടയ്ക്ക് വരും. അത് ഇതിൽ കയറി ഒട്ടി ക്രിസ്റ്റലൈസ്ഡ് ആവും. ഞാൻ ഇത്രയും വേദന ഉള്ള സമയത്ത് പോലും ഇതിനിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഞാൻ ബ്രഷ് കൊണ്ട് ഉരച്ച് കഴുകുമായിരുന്നു. എനിക്ക് ഒരു തൃപ്തി കുറവാണ് ഇത് കഴുകിയില്ലെങ്കിൽ. അപ്പോൾ ഇത്രയും കുത്തിയാൽ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല. എനിക്ക് കുത്തുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമാണ്, കുത്തുന്നവർക്ക് നല്ല ഭംഗിയുണ്ട്, ഇഷ്ടമാണ്. പക്ഷേ പിയേഴ്സിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ സ്പേസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കമ്മൽ സെലക്ട് ചെയ്യുക. ഇതാ ഈ ഒരു കമ്മലിട്ടതിന് ശേഷം എനിക്ക് വേദനയില്ല, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിതാ മുറിവ് ഉണങ്ങി. ഇപ്പം 3 മാസം ഞാൻ ശരിക്കും ഇടയ്ക്ക് ഭയങ്കര വേദനിച്ചിട്ട് ഒരു ദിവസം രാത്രി 2 മണിയായപ്പോൾ എനിക്ക് വേദനയിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ അന്ന് അപ്പോൾ എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ജലദോഷത്തിൻ്റെതായിട്ടുള്ള ചെവി വേദന നമുക്കുണ്ട്. ഈ ചെവിയുടെ അകത്ത് വേദന പുറത്ത് വേദന. എനിക്ക് ഇത് പറിച്ച് കളയാൻ തോന്നി. പക്ഷേ പറിച്ച് കളഞ്ഞാൽ വീണ്ടും അടഞ്ഞു പോകത്തില്ലേ? അങ്ങനെ ഞാൻ അന്ന് രാത്രി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു ഹീൽ എ പിയേഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാർട്ടിലേജ് ആണെങ്കിൽ 1 വർഷം വരെ എടുക്കും എന്നാണ് ഗൂഗിളിൽ കാണിച്ചത്. അപ്പം ഞാൻ ഓർത്ത ശരി സമയമെടുക്കും, അതുകൊണ്ടാണ് എനിക്ക് പെയിൻ എന്ന്. പക്ഷേ അല്ല, ഇത് മാറ്റി കഴിഞ്ഞപ്പം എനിക്കിപ്പോൾ 3 മാസം ആയിട്ടേ ഉള്ളൂ. എനിക്കിതാ ഇവിടെ തൊടാം, എനിക്കിങ്ങനെ ചെവി മടക്കാം. കണ്ടോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. എനിക്ക് 2 ചെവി നന്നായിട്ട് ഹീലായി. പക്ഷേ ഈ കമ്മലാണ് ഞാൻ ഇപ്പോഴും ഇട്ടിരുന്നതെങ്കിൽ എനിക്കിത് ഹീലാവില്ലായിരുന്നു. എനിക്കതിപ്പോൾ 100% ഉറപ്പാണ്. ഇപ്പം നന്നായിട്ട് ഹീലായി. വേണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റുമായിരിക്കും, കാരണം ഇപ്പം സ്വെല്ലിംഗ് ഒന്നുമില്ല. ഒരു ദിവസം ഞാൻ ഒരിക്കൽ കൂടി ഇട്ട് നോക്കി എനിക്കിത് ഓക്കെ ആണ്, പെയിൻഫുൾ അല്ലെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കമ്മൽ തന്നെ വാങ്ങി ഇവിടെ ഇടേണ്ടി വരും. ഞാനപ്പോൾ ഈ വീഡിയോ പറയുന്നതിൻ്റെ കാരണം, നിങ്ങളിനി പിയേഴ്സിങ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കമ്മലിൻ്റെ ഭംഗി മാത്രം നോക്കാതെ നിങ്ങളുടെ കാതിനത് ആപ്റ്റാണോ നോക്കിയിട്ട് വാങ്ങുക. നിങ്ങളുടെ ചെവിയിൽ അതിനുള്ള സ്ഥലമുണ്ടോ? നമ്മൾ ഈ മടക്കല്ലേ, ഈ മടക്കിനകത്തേക്കും കയറ്റി വെച്ചാൽ പോരെ, അവിടെ ഇരുന്നോളും. അല്ല, ഈ മടക്ക് ശരിക്കും കാർട്ടിലേജിൽ എന്തെങ്കിലും സാധനം കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയാണ്. നമുക്കത് അറിയാത്തതുകൊണ്ടാണ്. ശരിക്കും ഒരു സാധനം അവിടെ ജാമായിരിക്കാനുള്ളതല്ല. നമ്മൾ വിചാരിക്കും കുറച്ച് നാൾ അവിടെ ഇരിക്കുമ്പോൾ ഈ സാധനം തന്നെ നിവർന്നോളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ നിവരില്ല, ഇതൊന്നും അങ്ങനെ നിവരില്ല. ഇതൊക്കെ മാനുഫാക്ചറിങ്ങിൽ തന്നെ ഉള്ള സാധനമാണ്. ഇത് നമുക്ക് മാറ്റാൻ പറ്റൂല. എനിക്ക് പറ്റിയൊരു അബദ്ധമാണത്. സോ വേറെ ആർക്കും പറ്റാതിരിക്കട്ടെ. എന്തായാലും താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പിയേഴ്സിങ് എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അത് നമുക്കത് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും. പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല 2000 പേരുന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്. സോ താങ്ക് യു സോ മച്ച്. ഇനി എപ്പോഴും വേറെ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.